ഷോൾഡർ റൗണ്ട് ആയിരിക്കുക, അതല്ലെങ്കിൽ ബാക്ക് പെയിൻ, അല്ലെ എനി പോസ്റ്റർ കറക്ഷൻ. ഇപ്പോൾ നടന്നു വരുമ്പോൾ ഏതെങ്കിലും ഒരു പോസ്റ്ററിൽ ഒരു കറക്ഷൻ വേണം. ഞാൻ ചെയ്യുന്ന ഈ ഒരു പോസ്റ്റർ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഈ ആസനത്തിന്റെ പേരാണ് താടാസന. നമസ്തേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് താടാസനയാണ്. താടാസന എന്ന് പറഞ്ഞാൽ താട മീൻസ് പർവ്വതം എന്നാണ് അർത്ഥം. ആസനം മീൻസ് ഇരിപ്പ്. പർവ്വതം പോലെ നല്ല ദൃഢയോടുകൂടി ഉറപ്പോടുകൂടി നിൽക്കുന്ന ആസനം എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് നമ്മുടെ ശരിയായ തത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ ശരിയായ ആദർശങ്ങളിൽ നിന്നും മാറാതെ ദൃഢതയോടുകൂടി നിൽക്കുന്നു എന്നൊരു അർത്ഥം കൂടി ഇതിനുണ്ട്. അപ്പോൾ ഈ താടാസന സ്ഥിരമായി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റൗണ്ടഡ് ഷോൾഡർ മാറ്റിയെടുക്കാനായിട്ടും അതുപോലെ പോസ്റ്റർ കറക്റ്റ് ചെയ്യാനായിട്ട് നെക്കുകൾക്ക് റിലാക്സ് കിട്ടാനും നെർവസ് സിസ്റ്റത്തിന് സ്ട്രെച്ച് കിട്ടാനായിട്ട് ഇത് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ നമുക്ക് ഈ ആസനയിലേക്ക് പോവാം. അപ്പോൾ താടാസന ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ യോഗ മാറ്റി നേരെ നിൽക്കുക, നിവർന്ന് നിൽക്കുക. കാലുകൾക്ക് അടുപ്പിച്ച് വെക്കാം, അല്ലെങ്കിൽ കാലുകൾ ചെറിയ ബി ഷേപ്പോട് കൂടി നിൽക്കാം. അതിനുശേഷം നട്ടെല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് നിൽക്കാം. കൈകൾ രണ്ടും ഇങ്ങനെ കോർത്ത് പിടിക്കുക. ഇതുപോലെ കൈകൾ മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. കൈകൾ രണ്ടും ഇതുപോലെ കോർത്ത് പിടിച്ചിട്ട് തലയുടെ മുകളിലായിട്ട് പ്ലേസ് ചെയ്യാം. എന്നിട്ട് നേരെ തിരിക്കുക. കൈകൾ നേരെ തിരിച്ച് കാലുകൾ ടോസിൽ ഊന്നി സ്ട്രെച്ച് ചെയ്ത് നേരെ നിൽക്കാം. നമ്മുടെ കണ്ണുകൾ ഏതെങ്കിലും സ്ട്രെയിറ്റ് ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്ത് നമുക്കിതുപോലെ നിൽക്കാം. ഒരു 30 സെക്കൻഡ്സ് ഇങ്ങനെ നിന്ന ശേഷം സാവകാശം പൂർവ്വസ്ഥിതിയിലേക്ക് നമുക്ക് വരാം. ആദ്യമൊക്കെ 30 സെക്കൻഡ്സ് നിൽക്കുക. അതിനുശേഷം 1 മിനിറ്റ് വരെ നമുക്ക് വേണമെങ്കിൽ ഈ താടാസനത്തിൽ നിൽക്കാം. അത് ദൃഢയോടുകൂടി ഏതെങ്കിലും ഒരു സ്ട്രെയിറ്റ് ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്കിതുപോലെ ശാന്തമായിട്ട് നോർമൽ ബ്രീത്തോടു കൂടി നിൽക്കാം. ഞാൻ ഒന്നുകൂടി ചെയ്ത് കാണിച്ചു തരാം. കൈകളെന്ന് പുറത്ത് പിടിക്കുക, തലയുടെ മുകളിലായിട്ട് വയ്ക്കുക, എന്നിട്ട് സ്ട്രെച്ച് ചെയ്ത് കൈകൾ ടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് ഉയർത്തുക. ദൂരെ ഏതെങ്കിലും ഒരു പോയിന്റിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നോർമൽ ബ്രീത്തോടുകൂടി ശാന്തതയോടുകൂടി നമുക്കിങ്ങനെ സ്ഥിതി ചെയ്യാം. ഒരു പർവ്വതം നിൽക്കുന്നത് പോലെ വളരെ ശാന്തമായി എങ്കിൽ ദൃഢമായി. അപ്പോൾ താടാസന ചെയ്യുകയാണെങ്കിൽ റെഗുലറായിട്ട് കുട്ടികളാണെങ്കിൽ റെഗുലറായി ചെയ്യുകയാണെങ്കിൽ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ വളരെ ഉപകാരപ്രദമാണ്. ആ റൗണ്ടർ ഷോൾഡർ നല്ലതാണ്, നെക്കിന് സ്ട്രെയിൻ കുറക്കാൻ നല്ലതാണ്, ബോഡി മൊത്തം സ്ട്രെച്ച് ചെയ്യാൻ നല്ലതാണ്, നെർവസ് സിസ്റ്റത്തിനും ബ്ലഡ് സർക്കുലേഷൻ്റെ പാസിങ് നല്ലതാണ്. അപ്പോൾ ഇത്ര ഉപകാരപ്രദമായ ഒരു ആസനയാണിത്. എങ്കിൽ പോലും ഇതിന് ഒരു കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് തലയുറ്റിലുണ്ടെങ്കിൽ വെർട്ടിഗോ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ല. അതുപോലെ VPയുടെ പ്രശ്നം, ഹൈ ആയിട്ടുള്ള പ്രശ്നങ്ങൾ VPയിലുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല. അതുപോലെ നമ്മൾ ആംഗിളിലോ കാലുകളിലൊക്കെ എന്തെങ്കിലും സർജറി കഴിഞ്ഞവർ, മുട്ടിലൊക്കെ എന്തെങ്കിലും സർജറി കഴിഞ്ഞവരൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇത് ശരിക്കും ഒരു പർവ്വതം പോലെ സ്ട്രെയിനായിട്ട് ഉറപ്പുള്ള മനസ്സോടുകൂടി നിൽക്കാനും ഒരു കാര്യത്തിൽ ഉറപ്പോടുകൂടിയുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ വളരെ ഉതകുന്ന ഒരു ആസനം കൂടിയാണിത്. അത് നമ്മുടെ ശാന്തമായി നമ്മൾ ആസനം ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ഒരു ദൃഢത, ഒരു സ്ഥിരത നമ്മൾ അതിൽ കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർ വീഡിയോകളിൽ ഞാൻ ഇനിയും ഇതുപോലെയുള്ള കണ്ടന്റുമായിട്ട് വരുന്നതായിരിക്കും. നമസ്തേ.